ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് നല്ലൊരു ആമീൻ പറഞ്ഞേ, നല്ലൊരു സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. വി ഗ്ലോറിഫൈ ഹിസ് ഹോളി നെയിം. പ്രൈസ് ഗോഡ്. എല്ലാവരെയും കർത്താവ് സമർത്ഥമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും അവരുടെ കുടുംബങ്ങൾക്കായിട്ടും ഞാൻ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട ഒരു പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. സകലത്തെ അറിയുന്നവനായ കർത്താവ് സർവശക്തന. നിങ്ങളിലുള്ളവൻ, 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഉറപ്പാ. ഹല്ലേലൂയ. നിങ്ങളിലുള്ള കർത്താവ് സകല രോഗങ്ങളെക്കാൾ വലിയവനാ. നിങ്ങളിലുള്ള കർത്താവ് സകല പ്രതിസന്ധികളെക്കാളും വലിയവനാ. ആ കർത്താവിന് നിശ്ചയമായിട്ടും പ്രവർത്തിക്കാൻ കഴിയും. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ചേർന്ന് നല്ലൊരു സ്തോത്രം ചെയ്യാമോ? ആമേൻ. ഇന്ന് കർത്താവ് നമുക്ക് തരുന്നതായ ഒരു സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13, 14, 15, 16, 17 വാക്യങ്ങൾ വായിക്കാം. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം അറിയിക്കുന്നു. യേശു കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത് നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യനോടാണ്. നിക്കോദിമോസ് എന്ന് പറയുന്ന പരീശ പ്രമാണി യേശു കർത്താവിനെ രാത്രിയിൽ കാണാനായി കടന്നു വന്നു. നിക്കോദിമോസ് യേശുവിനെ കാണുവാൻ രാത്രിയിൽ കർത്താവിനെ കാണാൻ കടന്നു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിക്കോദിമോസിനോട് യേശു കർത്താവ് അറിയിച്ചു. പ്രാരംഭമായ വാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ജനനത്തിന്റെ ആവശ്യകതയെ കുറിച്ച് നിക്കോദിമോസ് എന്ന പരീശനോട്, ആ മനുഷ്യനോട്, ന്യായപ്രമാണം വളരെ ആഴമായി അറിയാവുന്ന ആ വ്യക്തിയോട് യേശു കർത്താവ് സംസാരിക്കുന്നു. എന്നാൽ ആ ഒരു കോൺവെർസേഷൻ മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിനു വേണ്ടിയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത്? ഇവിടെ കർത്താവ് പറയുന്നു, അതുപോലെ യേശുവിനെയും ദൈവപുത്രനായവനെയും നാം ഉയർത്തുക. എന്തിനു വേണ്ടിയാണ് മരുഭൂമിയിൽ ഉയർത്തിയത്? സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായ ആ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 8, 9 വാക്യങ്ങൾ. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ആ വാക്യം ഒന്നുകൂടെ, ഈ 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. യഹോവ മോശയോട് പറയുകയാണ്, ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ
ജീവിക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ വെളിപ്പെട്ടതായ വലിയൊരു പ്രതിസന്ധിയായിരുന്നു പാമ്പുകടിയേറ്റ് ജനം മരിക്കുന്നതായ അവസ്ഥ. ആ വിഷം അവരിൽ പ്രവേശിച്ച് ഓരോരുത്തരായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ പ്രത്യേക ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. എന്നാൽ ആ ഒരു സാഹചര്യത്തിന് ഒരു സൊല്യൂഷൻ ദൈവം മോശയോട് പറയുകയാണ്. എന്തായിരുന്നു ആ സൊല്യൂഷൻ എന്നറിയാമോ? ഒരു സർപ്പത്തെ ഉണ്ടാക്കി, അതിൻ്റെ ഒരു മോഡൽ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൻ്റെ മേൽ തൂക്കുക. ഈ പാമ്പുകടിയേറ്റ, ഈ വിഷമേറ്റ മരണത്തിലേക്ക് പോകുന്ന ഏത് വ്യക്തി അതിലേക്ക് നോക്കിയാലും ആ വ്യക്തിക്ക് സൗഖ്യമുണ്ടാകും, ഹീലിംഗ് ഉണ്ടാകും. ഇതേ കാര്യം യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, അത് യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. ആ ഉയർത്തപ്പെട്ട സർപ്പത്തെ, അതിന്റെ നിഴലായി ക്രിസ്തുവിനെ ഇവിടെ എടുത്തുയർത്തുന്നു. കർത്താവിനെ അതുപോലെ ഉയർത്തിയാൽ എന്ത് സംഭവിക്കും? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകും. ജീവൻ ഉണ്ടാകും, നിത്യജീവൻ ഉണ്ടാകും. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്നവർക്ക്, ഏത് പ്രതിസന്ധിയിൽ ഇരിക്കുന്നവർക്കും ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ പരിഹാരമുണ്ട്. നിങ്ങളൊരു പക്ഷേ സാമ്പത്തിക തകർച്ചയിലായിരിക്കാം, പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കാം, ശാപത്തിന്റെ കീഴിലായിരിക്കാം, മാറാ രോഗങ്ങളിലായിരിക്കാം. യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം, ഏക പരിഹാരം എന്ന് പറയുന്നത്. മനുഷ്യരല്ല, മതങ്ങളല്ല, സംഘടനകളല്ല, വ്യക്തികളല്ല. യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. അതാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 12:1 പൗലോസ് ഇത് പറയുന്നുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ കണ്ണുകൾ കർത്താവിൽ നിന്ന് മാറ്റപ്പെടുത്തുവാനും, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഉലച്ചിലുകൾ ഉണ്ടാക്കുവാനും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും, ആരാധനയിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നുമൊക്കെ നമ്മളെ പുറകോട്ട് വലിക്കാനുമായി പല ശക്തികളും പ്രേരിപ്പിക്കുമ്പോൾ, പല സാഹചര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ, നിങ്ങളുടെ പ്രത്യാശ ഉലഞ്ഞു പോകാതെ, നിങ്ങളുടെ ദൈവകൃപ അല്പം പോലും ചോർന്നു പോകാതെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നും, എല്ലാ സാഹചര്യത്തിലും, ഏതൊരവസ്ഥയിലും, ഏത് നേരത്തിലും എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്ന ബോധ്യത്തിൽ, വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മുന്നേറാൻ കഴിയൂ. ഇന്നത്തെ കാലഘട്ടം ആ നിലയിലേക്ക് പോവുകയാണ്. ഞാൻ ഈ സാഹചര്യം ഒന്ന് വിശുദ്ധീകരിക്കുവാൻ, ഈ ഒരു ഭാഗം അടുത്ത ഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒന്ന് വിശുദ്ധീകരിക്കുവാൻ ഞാൻ കർത്താവിൽ ഏൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് വിഷബാധ ഏറ്റത്? എന്തുകൊണ്ടാണ് അവർക്ക് പാമ്പുകടി ഉണ്ടായത്? എന്തുകൊണ്ടാണ് അവർക്ക് ആ പ്രതിസന്ധി ഉണ്ടായത്? അതിൻ്റെ പ്രധാന കാരണം അവർ ദൈവത്തോട് പിറുപിറുത്തതും, അവർ ദൈവത്തെ അവിശ്വസിച്ചത് നിമിത്തമാണ്. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ എന്തുവാകാം, ഇതൊക്കെ മാറും. സാഹചര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. മുൻകഴിഞ്ഞ വർഷങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരോട് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതായ പല പ്രതിസന്ധികളും അവർ കണ്ടിട്ടുണ്ട്. നമുക്ക് ജനിക്കുന്നതിന് മുൻപേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ലോകം അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തുനിന്നെല്ലാം ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ? അതിനകത്തുനിന്നെല്ലാം മനുഷ്യർ വിജയിച്ചില്ലേ? അതിനകത്തുനിന്നെല്ലാം ദേശത്തിലെ ദൈവസഭകളെ ദൈവം നിലനിർത്തിയില്ലേ? സഭകളെ ദൈവം നിലനിർത്തുകയും എണ്ണത്തിൽ വർദ്ധിപ്പിക്കുകയും കർത്താവ് ആത്മാക്കളെ രക്ഷിക്കുകയും തൻ്റെ പ്രവൃത്തിയെ ജയത്തോടെ കർത്താവ് നടത്തുകയും മുന്നേറുകയും ചെയ്തില്ലേ? അപ്പോൾ ഇതിനകത്തൊക്കെ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസത്തിന് തകർച്ചകൾ ഉണ്ടായി, നമ്മുടെ വിശ്വാസം പുറകോട്ട് പോയി, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരും, അവിശ്വസിക്കുന്നവരും, കളിയാക്കുന്നവരും, പരിഹസിക്കുന്നവരുമൊക്കെ നിൽക്കുന്ന സമൂഹത്തിൽ ആ
കേൾവികളുടെ പ്രവർത്തികളുടെ നടുവിൽ ഞാനാകുന്ന വ്യക്തിയുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. കാരണം മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ വരവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു പറയുന്നു, മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക ലോകത്തിൽ നിൽക്കുന്നു. ഇന്നത്തെ ആശങ്കകളെക്കാൾ, ഇന്നത്തെ പ്രതിസന്ധികളെക്കാൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണത് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു വൈറസ് ഉണ്ടായാൽ, ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുവാനുള്ളതായ പല കാര്യങ്ങളും നാം ചെയ്യുന്നുണ്ട്. ചെയ്യണമെന്നുള്ളതാണ് സത്യം, അത് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, യേശുക്രിസ്തു മടങ്ങി വരുമെന്നും തൻ്റെ മക്കളെ ചേർപ്പാൻ അവൻ വരുമെന്നും പറഞ്ഞതായ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചവരും അത് കേട്ടവർ എത്ര പേർ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്? അതിനുവേണ്ടി എത്ര പേർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? അതിനുവേണ്ടി അതിനകത്ത് എത്ര പേർ? ഇന്ന് നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന വാക്കാണ് ജാഗ്രതയുള്ളവരായിരിക്കുക. ആശങ്കകൾ വേണ്ട, ജാഗ്രതയുള്ളവരായിരിക്കുക. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരുമെന്നുള്ള ജാഗ്രതയോടെ, ബോധ്യത്തോടെ ജീവിക്കുന്ന എത്ര പേരുണ്ട്? അതേതും നിമിഷവും സംഭവിക്കാവുന്ന ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനം പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കരുത്. ഒരിക്കലും ഒരു സാഹചര്യത്തിന് മുമ്പിലും പിറുപിറുക്കുന്നവരാകരുത്. ഞാൻ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ വായിക്കേണ്ടതായ ഒരു ഭാഗമാണത്, ശ്രദ്ധിക്കേണ്ടതായ ഒരു ഭാഗമാണത്. 1 Corinthians chapter 10 verse 10-13. 1 കൊരിന്ത്യർ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. എന്തുകൊണ്ട്? സംഹാരിയാൽ അവർ നശിച്ചുപോയി. അവൻ ചിലർ പിറുപിറുത്തു. സംഹാരിയാൽ നശിച്ചു പോയതുപോലെ പിറുപിറുക്കരുത്. പഴയ നിയമ ഇസ്രായേൽ സഭയെ നിഴലാക്കി നിർത്തിക്കൊണ്ട് പുതിയ നിയമ സഭയോട്, പൊരുളായിരിക്കുന്ന സഭയോട് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, പഴയ നിയമ ഇസ്രായേലിനെ ഒരിക്കലും നിങ്ങൾ വിസ്മരിച്ചു കളയരുത്. നിഴലായി സംഭവിച്ച കാര്യങ്ങളെ നിങ്ങൾ വിട്ടുപോകരുത്. അവർ നശിച്ചു പോയതിൻ്റെ പ്രധാന കാരണം അവർ പിറുപിറുത്തു. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു. ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ലോകത്തിന്റെ അവസാനം വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യാധികളൊക്കെ ലോക അവസാനത്തിന്റെ കാര്യമാണോ? ഇത് കഴിയുമ്പോൾ ഇനി കർത്താവ് വരുമോ? എനിക്ക് പറയാൻ അറിയത്തില്ല. ദൂതന്മാർക്ക് പോലും അതറിയത്തില്ല. ഇതിനെ ഒന്നും വളച്ചൊടിക്കരുത്, ദയവായിട്ട് വളച്ചൊടിക്കരുത്. സ്വൈൻ ഫ്ലൂ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു കർത്താവിന്റെ വരവാണെന്ന്. മറ്റ് വ്യാധികളും ഭൂകമ്പങ്ങളും അവിടെയൊക്കെ ഉണ്ടപ്പോൾ ദാ യേശു വരുന്നു, 2000 ആകുമ്പോൾ യേശു വരുമെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊന്നും അങ്ങനെ ഇതിനെ ചിത്രീകരിക്കരുത് ദയവായി. പക്ഷേ ഒരു സത്യമായി പറയുന്നു, യേശു കർത്താവ് തൻ്റെ മക്കളെ ചേർക്കാൻ മടങ്ങി വരും. ഇപ്പോഴത്തെ ചില പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഇതാണ് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണം, ഇതാ യേശു വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ചില വർഷങ്ങൾ കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് പറയും? അങ്ങനെയല്ല ഇതിനെ വിശദീകരിക്കേണ്ടത്, വിശകലനം ചെയ്യേണ്ടത്. ഇതൊക്കെയും ഈ കാണുന്നതൊക്കെയും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ ചിലതാണ്. മഹാവ്യാധികളൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷെ ഇതോടുകൂടെ എല്ലാം തീരാൻ പോകുന്നു എന്നുള്ളതല്ല. പക്ഷെ ഏതു സമയവും യേശു വരാം, ഏതു സമയവും കർത്താവ് തൻ്റെ മക്കളെ ചേർക്കാൻ മടങ്ങി വരാം. കാരണം യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പലതും നിവർത്തീകരിക്കപ്പെട്ടു. യേശു കർത്താവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പലതും നിവർത്തീകരിക്കപ്പെട്ടു. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ പല ശുശ്രൂഷകളുടെ പ്രവചനങ്ങളും, സെബുലൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ പട്ടണമായ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ദേശം വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ള പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് ധാരാളം പ്രവചനങ്ങളുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. യേശു കർത്താവിൻ്റെ വരവിൽ നാം പ്രത്യാശയുള്ളവരായിരിക്കണം. ലോക അവസാനം വന്നെത്തിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം, എന്നുള്ള ചിന്തയിൽ ജീവിക്കണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തണം. കർത്താവിലേക്ക് നിങ്ങൾ ഏകാഗ്രഹപ്പെട്ടിരിക്കണം, അവനിൽ ആശ്രയിച്ച് ജീവിക്കണം. ഏത് നിമിഷവും നമ്മുടെ കർത്താവിൻ്റെ വരവ് സംഭവിക്കാം. അതിനുവേണ്ടി എന്നെയും
നിങ്ങളെയും ഓരോരുത്തരെയും ഒരുക്കുവാൻ നാം ബന്ധപ്പെടുന്നവരായിരിക്കണം. യേശുവിൻ്റെ വരവ് പെട്ടെന്ന് നടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കേണ്ടത് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് പത്രോസ് പറയുന്നത്. കർത്താവിൻ്റെ വരവ് ഏത് സമയം സംഭവിക്കാം. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരും മാനസാന്തരത്തിലേക്ക്, കർത്താവിലേക്ക്, ലെറ്റ് us return to the Lord, ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഇസ്രായേൽ ജനം പഴയ നിയമ സഭയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവർ ദൈവത്തോട് പിറുപിറുത്ത് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും അവർ ചോദ്യം ചെയ്തത് ദൈവത്തെയാണ്. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ദൈവം എന്താ ഇങ്ങനെ ചെയ്തേ? ദൈവം ഇങ്ങനെ ചെയ്യുന്നത് എന്താ? ദൈവം ഒരു ദുഷ്ടനായ ദൈവമാണോ? നോ, നെവർ. God is good all the time. ദൈവം എല്ലാ സമയവും നല്ലവനാണ്. ദൈവം ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കാത്തവനാണ്. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, നമ്മളെ കടത്തിവിടുന്ന മേഖലകളിൽ ദൈവം നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ നാം അവഗണിച്ച് കളയുന്നവരാകരുത്. നാം അതിനെ തിരിച്ചറിയുന്നവരായിരിക്കണം. 13-ാമത്തെ വാക്യത്തിൽ 12-13 വാക്യം വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. 1 കൊരിന്ത്യർ 10-12-13 വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാമോ? ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. God is faithful. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷകൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും, എല്ലാ വ്യക്തികളും ഒരു 2-3 പ്രാവശ്യം വാ തുറന്നൊന്ന് പറയണം. ഇത് പറയാതിരിക്കരുത്. ദൈവം വിശ്വസ്തൻ. God is faithful. Again, repeat again and again, again and again. നിങ്ങൾ പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, God is faithful. ദൈവം വിശ്വസ്തനാണ്. കാർമേഘങ്ങൾ വന്നാലും ദൈവം വിശ്വസ്തനാണ്. പ്രതിസന്ധികൾ വന്നാലും ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ ബ്രദർ ഇമ്മാനുവൽ പാടിയതുപോലെ സമുദ്രങ്ങൾ എൻ്റെ മേളിൽ ഉയർന്നാലും അതിൻ്റെ നടുവിലും എന്നെ നടത്താൻ കഴിവുള്ള വിശ്വസ്തനായവനാണ് എൻ്റെ കർത്താവ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അതിൻ്റെ പോക്കുവഴിയും ദൈവം ഉണ്ടാക്കും. നമ്മൾ പാടുന്ന ഒരു പാട്ടാ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അവൻ എനിക്കായി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനെന്ന് ചോദിക്കത്തില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുവായല്ല. ദൈവമക്കളെ, ഈ വാക്യം വിട്ടുപോവല്ലാകത്തെന്ന് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായ പ്രതിസന്ധിയിൽ കർത്താവ് നിങ്ങളെ വിടത്തില്ല. ദൈവം വിശ്വസ്തനാണ്. God is faithful. നിങ്ങൾക്കറിയാം, പത്രോസ് കടലിന്റെ മേളിലൂടെ നടക്കുന്ന സമയത്ത് അവൻ ആ വെള്ളത്തിലേക്ക് അങ്ങ് താണുപോയി. അവിശ്വസിച്ചു, സംശയിച്ചു, കർത്താവിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്തു. ദൈവം അങ്ങ് കളയുമല്ല പത്രോസിനെ, തൻ്റെ കൈ നീട്ടി ആഴത്തിൽ നിന്ന് അവനെ വലിച്ചെടുക്കുക. നിങ്ങൾ എത്ര ആഴത്തിലേക്ക് പോയോ അത്രയും ദൂരത്തിലേക്ക് അവൻ്റെ കൈ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോയോ അത്രയും ഡിസ്റ്റൻസിൽ കർത്താവ് നിങ്ങളെ കടന്നു വന്ന് പിടിച്ചെടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ പോലെ പിറുപിറുക്കരുത് പ്ലീസ്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. ഞാൻ വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ
പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. പരിശുദ്ധാത്മാവ് ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന കുടുംബങ്ങളോട്, വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുന്നു. തിരുവെഴുത്തിലൂടെ ആ വചനം വിശ്വസിക്കുന്നവരോട് ദൈവം ഇടപെടുന്നു. വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ സകല വിഷയത്തിനും പരിഹാരം നൽകും. വിശ്വസ്തനായ ദൈവം നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയങ്ങൾക്ക് പോക്കുവഴികൾ ഉണ്ടാക്കും. ദൈവത്തിന്റെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ട്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. മാറ കുടിക്കുന്ന വെള്ളം കയ്പാകുമ്പോഴും അതിനെ മധുരമാക്കാനുള്ള പരിഹാരം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ആമീൻ. പാറയ്ക്കകത്ത്, തീക്കൽ പാറയ്ക്കകത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം കൊണ്ടു വരുവാനുള്ള പരിഹാരം കർത്താവിന്റെ കയ്യിലുണ്ട്. മുൻപോട്ട് പോകാൻ കഴിയാത്ത ചെങ്കടലിന്റെ മുൻപിൽ വഴികൾ തുറന്ന് നിന്നെ മുന്നോട്ട് നയിക്കാനുള്ള പരിഹാരം എൻ്റെ കർത്താവിന്റെ കയ്യിലുണ്ട്. ആമീൻ. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഇരുമ്പ് കോടാലി വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് തിരിച്ച് കൈകളിൽ ഏൽപ്പിക്കാനുള്ള പരിഹാരം എൻ്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ പിറുപിറുക്കരുത്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. ദൈവം നമ്മുടെ ചിന്തകളെ ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക പ്രിയപ്പെട്ടവരെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സംഖ്യയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 16-ന്റെ 41 മുതൽ 48 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ പ്രത്യേകമായ ഒരു കാര്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞു. വായിക്കാം. നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ മോശയ്ക്കും അഹരോനും വിരോധമായി സഭ കൂടിയപ്പോൾ അവർ സമാഗമന കൂടാരത്തിന്റെ നേരെ നോക്കി. മേഘം അതിനെ മൂടി യഹോവയുടെ തേജസ്സും പ്രത്യക്ഷമായിരിക്കുന്നത് കണ്ടു. അപ്പോൾ മോശയും അഹരോനും സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ ചെന്ന് യഹോവ മോശയോട്, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവേൻ. ദൈവം മോശയോട് പറയുകയാണ്, പിറുപിറുക്കുന്ന, കുറ്റം കണ്ടുപിടിക്കുന്ന, വിമർശിക്കുന്ന, കളിയാക്കുന്ന, എന്തിനും ഏതിനും പുച്ഛിക്കുന്ന സഭയുടെ മധ്യേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഞാൻ ഈ സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകണം. മോശെ, നീ ഇവിടെ നിൽക്കരുതെന്നാണ് യഹോവ മോശയോട് പറയുന്നത്. 45-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്യമാണ്. ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിന്റെ ന്യായവിധി ദേശത്തിന്റെ മേളിൽ, സഭകളുടെ മേളിൽ അയക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കുമ്പോൾ, ദൈവം അത് മോശയെ അറിയിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അപ്പോൾ അവർ കവന്നു വീണു, അവർ നെടുമ്പാട് വീണു ദൈവമുൻപാകെ. 46-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. മോശ അഹരോനോട്, നീ ധൂപകലശം എടുത്ത് അതിൽ യാഗപീഠത്തിൽ എത്തിയിട്ട് ധൂപവർഗമിട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 47-ാമത്തെ വാക്യം, മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ കലശം എടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. അടുത്ത വാക്യം, മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. ഒരു പ്രതിസന്ധി, ഒരു ബാധ ദേശത്തിൽ പിടിച്ചപ്പോൾ എന്താണ് ദൈവജനം ചെയ്തത്? എന്താണ് മോശ ചെയ്തത്? സഹായിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ അവർ കവർന്നു വീണു.
സഹായിപ്പാൻ കഴിവുള്ള ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ സമയങ്ങളിൽ നമ്മൾ അലസരാകുകയല്ല. ഈ സന്ദർഭത്തിൽ നമ്മൾ ട്രോളുകൾ കണ്ട് ചിരിക്കുകയല്ല. ഈ സന്ദർഭത്തിൽ നമ്മൾ പരിഹാസികളായി മാറുകയല്ല. ഈ സമയത്ത് നമ്മൾ പിറുപിറുക്കുന്നവരായി തീരുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കവന്നു വീണ് ദൈവസഭകൾക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരായി തീർന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലും നിങ്ങളുടെ പട്ടണത്തിലും യേശുവിൻ നാമത്തിൽ വെളിപ്പെടും. നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനമേ, അഹങ്കാരങ്ങളെ ഉപേക്ഷിച്ച്, പ്രൈഡുകളെ വിട്ട്, സ്തോത്ര വ്യാജങ്ങൾ വിട്ട്, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് വിശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് ഞാനെന്നുള്ള ഭാവങ്ങളെ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ചില വിഷയങ്ങൾക്കകത്ത് പരിഹാരം അയച്ചിരിക്കും. ഇസ്രായേൽ ജനം പഴയ നിയമസഭ ദൈവസന്നിധിയിൽ പിറുപിറുത്തു, എന്നാൽ അവർ സംഹാരിയാൽ നശിച്ചുപോയി എന്ന് എഴുതിയിരിക്കുന്നു. ഒരിക്കലും ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് തകർന്നു പോകാനല്ല. നമ്മുടെ ദൈവം നമ്മളെ തളർത്തുന്നവനല്ല, നമ്മുടെ ദൈവം നമ്മളെ വളർത്തുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മളെ ഉടച്ചു കളയുന്നവനല്ല, നമ്മുടെ ദൈവം നമ്മളെ പണിയുന്നവനാണ്. നമ്മുടെ കർത്താവ് നമ്മളെ നിന്ദിക്കുന്നവനല്ല, നമ്മുടെ കർത്താവ് നമ്മളെ മാനിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മളെ രോഗിയാക്കുന്നവനല്ല, നമ്മുടെ കർത്താവ് നമ്മളെ സൗഖ്യമാക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ വഴികളെ അടച്ചു കളയുന്നവനല്ല, അവൻ നമുക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുന്നവനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തിന്മ ചെയ്യാത്ത, നന്മ ചെയ്യുന്ന വിശ്വസ്തനായ ആ കർത്താവിൽ വിശ്വസിക്കട്ടെ. ബൈബിൾ വീണ്ടും ആ വാക്യം ഞാൻ എടുത്തു പറയുന്നു, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഇസ്രായേൽ ജനം എന്തുകൊണ്ട് ആ പ്രതിസന്ധിയിലായി എന്നുള്ള ചോദ്യത്തിന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു, അവരുടെ പിറുപിറുപ്പ് കേട്ട ദൈവം അവരെ ജഡ്ജ് ചെയ്യുവാനായിട്ട് ഇടയായി. എന്നാൽ അതിന് പരിഹാരം അവർ കണ്ടത് ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി ജനം അതിലേക്ക് നോക്കിയവർക്കെല്ലാം സൗഖ്യങ്ങൾ ഉണ്ടായി. ലിഫ്റ്റ് അപ്പ് അവർ ഐസ്. നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ആ കർത്താവിന്റെ മുഖത്തോട്ട് നമ്മളൊന്ന് നോക്കാൻ തയ്യാറാകുമോ? നമ്മുടെ പരിഹാരം അവിടെയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ആശങ്കകളൊന്നും നമ്മുടെ ഉള്ളത്തിൽ വേണ്ട പ്രിയപ്പെട്ടവരെ. മോശ ഒരു പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടളക്കാൽമേലും കുറുമുടിമേലും പുരട്ടിയപ്പോൾ രക്തമുദ്രയുള്ള ഒന്നിനെയും സംഹാരകൻ തൊട്ടില്ല. സംഹാരകൻ വന്നില്ലെന്നല്ല, സംഹാരകൻ വന്നു, മരണം വിതയ്ക്കുവാൻ വന്നു, അവരുടെ എല്ലാ ഭവനങ്ങളിലും പരിസരങ്ങളിലും ഒക്കെ വന്നു. പക്ഷേ അവരിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല, അവരുടെ വീടുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല, അവരെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം രക്തമുദ്രയുള്ള ഒന്നിനെയും സംഹാരകന് തൊടാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കർത്താവിൽ നാം ആശ്രയിക്കുക, വിശ്വസിക്കുക. ഇന്ന് ഈ മെസ്സേജിൽ ഞാൻ നിങ്ങളെ അറിയിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ കൂടുതൽ സമയവും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്, ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജിജി മോഹൻ മുൻപിലേക്ക് വരിക. ഒരു നിമിഷം നമ്മൾ ഒന്നിച്ച് നമ്മുടെ രാജ്യങ്ങളുടെ പ്രൊട്ടക്ഷനായിട്ട്, നമ്മുടെ ദേശങ്ങളുടെ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. അവിടെയാണ് രക്ഷയുള്ളത്, അവിടെയാണ് വിമോചനമുള്ളത്, അവിടെയാണ് വിടുതലുള്ളത്. ഹല്ലേലൂയ. സകല മനുഷ്യന്റെയും പാപത്തിന്റെ കടം യേശുക്രിസ്തു തന്റെ രക്തത്താൽ ചെയ്ത് തീർത്ത് കഴിഞ്ഞു. സകല രാജ്യങ്ങളിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെടാത്തവരുടെയും, യേശുവിലേക്ക് വന്നവരുടെയും വരാത്തവരുടെയും ഇനി വരാനിരിക്കുന്നവരുടെയും സകലരുടെയും പാപത്തിന്റെ കടം ഓൾറെഡി അതിന്റെ പ്രൈസ് യേശു കുരിശിൽ കൊടുത്തു കഴിഞ്ഞു. സകല മനുഷ്യന്റെയും രോഗത്തിന്റെ സൗഖ്യത്തിനായിട്ടുള്ളത് കർത്താവ് ചെയ്തു കഴിഞ്ഞു. പക്ഷെ അത് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് പകൽ നിങ്ങളിൽ സ്വീകരിക്കാൻ കഴിയും. നിങ്ങളുടെ കയ്യിൽ ഒരു സോപ്പ് ഉണ്ടെന്ന് കരുതി നിങ്ങളുടെ അഴുക്ക് പോകണമെന്നില്ല. ആ സോപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യണം, ഉപയോഗിക്കണം, എന്നാലേ അഴുക്ക് പോകത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ യേശു കർത്താവിന്റെ രക്തവും അവന്റെ നാമവും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളെ വിടിവിപ്പാനും വിശ്വസ്തമായതാണ്. അത് വിശ്വസിച്ചാൽ കർത്താവ് നിങ്ങളെ സ്പർശിക്കും. കർത്താവിന്റെ രക്തം, യേശുവിന്റെ രക്തം, അവന്റെ പരിശുദ്ധ രക്തം നമ്മെ സംരക്ഷിക്കും. യേശുവിന്റെ പരിശുദ്ധ രക്തം നമ്മുടെ പാപങ്ങളെ വിമോചിപ്പിക്കും. കർത്താവിന്റെ ദാസനെ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു.
അവനിൽ നോക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. വളരെ ശക്തമായ ഒരു കാര്യമാണ് അത്. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരുത്തനും നിരാശപ്പെടത്തില്ല. കർത്താവിലേക്ക് നോക്കുന്ന ഒരു വ്യക്തികളും തകർന്നു പോകത്തില്ല. അതുകൊണ്ട് തൊട്ട് താഴെയുള്ള വാക്യത്തിൽ വളരെ ശക്തമേറിയതും നമുക്കറിയാവുന്നതും വളരെ സുപരിചിതമായ ഭാഗം 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന, കാണുന്ന, എന്നോടൊപ്പം ഈ സഭായോഗത്തിൽ ആരാധിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബവും, ഒരു വ്യക്തിയും, ഒരു തലമുറയും ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. അവർ നിരാശരാകാൻ കർത്താവ് ഇടവരുത്തത്തില്ല. പക്ഷെ നിങ്ങൾ പിറുപിറുത്തും, നിങ്ങൾ അവിശ്വസിച്ചും, നിങ്ങൾ വിമർശിച്ചും, നിങ്ങൾ പരിഹസിച്ചും നിങ്ങൾക്കായി നിങ്ങൾ നാശം വിതയ്ക്കരുത്. നിങ്ങൾക്കായി നിങ്ങൾ പരാജയം ഉണ്ടാക്കരുത്. കർത്താവ് ഒരിക്കലും ദോഷത്തിനായി നമ്മെ പരീക്ഷിക്കുന്നവനല്ല. ദൈവം വിശ്വസ്തനാണ്. യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെക്കുറിച്ച് ചില ഭാഗങ്ങൾ, കർത്താവിൻ്റെ ദാസൻ ദയവായിട്ട് ആ ഭാഗങ്ങൾ ഒന്ന് വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നമുക്ക് തരുന്ന വിമോചനം. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്, റെമിൻഷനുണ്ട്, ഒരു വിമോചനമുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പലപ്പോഴും കർത്താവിലേക്ക് വന്നവരും സുവിശേഷം വിശ്വസിച്ചവരും ഒക്കെ അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളുടെയും വിടുതലിനായി, സൗഖ്യത്തിനായി, നന്മകൾക്കായിട്ട് പലരും കർത്താവിനെ ആശ്രയിച്ചിട്ടുള്ളത്. പക്ഷേ പ്രധാനമായും യേശു കർത്താവ് നിങ്ങളുടെ കടഭാരം മാത്രം മാറ്റുന്നവനോ രോഗം മാത്രം സൗഖ്യമാക്കുന്നവനോ അല്ല. അതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ച് ബൈബിൾ നമ്മെ വ്യക്തമാക്കുന്നത്. നാം യേശു കർത്താവിനെ ആരാധിക്കുന്നതും നാം യേശു കർത്താവിൽ ആശ്രയിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈസ് അവർ സേവിയർ. യേശു രക്ഷകനാണ്. മറിയത്തോട് അങ്ങനെയാ ദൂതൻ പറഞ്ഞ്, സകല മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന പേർ വിളിക്കണം. രക്ഷകന്മാർ പലതില്ല, ഏക രക്ഷകനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഇന്നത്തെ മനുഷ്യരും പരിഹസിക്കുന്നവരും വിമർശിക്കുന്നവരും ലോകം മുഴുവൻ ഈ ഒരു ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ ദൈവവചനത്തെ, ഇങ്ങനെയുള്ള ആരാധനകളെ കേവലം സൗഖ്യങ്ങൾ നടക്കുന്ന സ്ഥലം, പ്രവചിക്കുന്ന സ്ഥലം, മനുഷ്യരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ളൊരു കാര്യമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരിക്കലും അതല്ല അതിൻ്റെ സത്യം. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. മത്തായി 6:33. കർത്താവിൻ്റെ രാജ്യവും കർത്താവിൻ്റെ നീതിയും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയിൽ സൗഖ്യം ഉണ്ടാകും, വിടുതൽ ഉണ്ടാകും, അത്ഭുതം നടക്കും. അതിന് ഒരു സംശയവും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. അത് നമുക്ക് കർത്താവ് നൽകി തരുന്ന അവൻ്റെ വാഗ്ദാനമാണ്, ഉറപ്പാണ്. ഹീലിംഗ് ഉണ്ടാകും, ഡെലിവറൻസ് ഉണ്ടാകും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മതത്തിനും മനുഷ്യർക്കും സമുദായങ്ങൾക്കും ഒന്നും തരാൻ കഴിയാത്ത ആ സാൽവേഷൻ, രക്ഷ യേശുവിലൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ. ആ നിത്യജീവൻ കർത്താവിലൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ വിശ്വാസികളോടും, എല്ലാ ദൈവമക്കളോടും, ലോകമെമ്പാടുമുള്ള സകല ആൾക്കാരോടും പറയുന്നത്, നമ്മൾ പ്രസിദ്ധമാക്കേണ്ടത് കർത്താവ് തരുന്ന രക്ഷയാണ്. അവൻ്റെ രക്ഷയെ നാം പ്രസിദ്ധമാക്കുന്നവരാകണം. അതാണ് എബ്രായർ 9:22 പറയുന്നത്, യേശു കർത്താവ് തൻ്റെ രക്തം നമുക്ക് ഒഴുക്കി തന്നത് നമ്മുടെ വിമോചനത്തിന് വേണ്ടിയാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. 1 പത്രോസിന്റെ ലേഖനം വളരെ സുപരിചിതമായ ഭാഗമാണ്. നാം പാപ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്
അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ, യേശു കർത്താവിന്റെ അടിപ്പിണരാൽ നമുക്ക് ഹീലിംഗ് ഉണ്ട്, സൗഖ്യമുണ്ട്, ഇല്ലെന്നല്ല, തീർച്ചയായിട്ടും ഉണ്ട്. മുറിവുണ്ടെങ്കിൽ രക്തമുണ്ട്, രക്തമുണ്ടെങ്കിൽ മുറിവുണ്ട്. മുറിവില്ലാതെ രക്തമില്ല, മുറിയാതെ രക്തം വരത്തില്ല. യേശു കർത്താവ് ബ്ലഡ് ഒമിറ്റ് ചെയ്ത് അല്ല മരിച്ചത്, തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത. ശരീരത്തിലെ രക്തം മുറിവുകളിലൂടെ വാർന്നു പോയാണ് തൻ്റെ വിലാപ്പുറം പടയാളി വന്ന് അവസാനം കുത്തുന്ന താൻ മരിച്ചോ എന്നറിയാൻ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ആ രക്തവും ജലവും ഒഴുകിയതായി നാം കാണുന്നു. ആ രക്തം, കർത്താവിൻ്റെ ആ മുറിവ് എന്താണ്? യെശയ്യാ 53:5, അവന്റെ മുറിവുകളാൽ, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ രക്തം വിമോചനം തരുന്നു. യേശുവിന്റെ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു. യേശുവിന്റെ രക്തം നമ്മളെ സംരക്ഷിക്കുന്നു. യേശു കർത്താവിന്റെ രക്തം നമ്മളെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറപ്പിക്കുന്നു, നിത്യജീവൻ നൽകുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ രക്തം വന്നത് മുറിവുകളിലൂടെയാണ്. മുറിവിനകത്താണ് സൗഖ്യം. സൗഖ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് അത് നമുക്ക് നൽകി തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 12:11 വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, പിശാചിന്റെ പരീക്ഷകളിൽ നിന്ന് അല്ലെങ്കിൽ സാത്താന്യ ബന്ധനങ്ങളിൽ നിന്ന് യേശുവിന്റെ രക്തം നമ്മളെ വിടുവിച്ചു എന്നുള്ളതാണ്. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. സാത്താന്യ മണ്ഡലങ്ങളെ, പൈശാചിക ശക്തികളെ യേശു കർത്താവിന്റെ രക്തം ഹേതുവായിട്ടും ദൈവവചനം ഹേതുവായിട്ടും വിജയിച്ചു. ഈ ദിവസങ്ങളിൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ കടന്നു വന്നാലും 2 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചോണം. 2 കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തോണം. 1 കർത്താവിന്റെ വചനം, 2 യേശുവിന്റെ പരിശുദ്ധ രക്തം. ദൈവത്തിന്റെ വചനത്തിലും കർത്താവിന്റെ രക്തത്തിലും ആശ്രയിക്കുന്ന, യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിമോചനത്തിൽ, വീണ്ടെടുപ്പിൽ, പ്രൊട്ടക്ഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെയും സംഹാരകന് തൊടാൻ കഴിയത്തില്ല എന്ന് തിരുവെടുത്ത് നമുക്ക് ഉറപ്പ് നൽകുന്നു. വെളിപ്പാടിന്റെ പുസ്തകം 19:11 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ചേ. വെളിപ്പാട് 19:11 മുതൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. ആരാണ് ദൈവവചനം? യേശു ക്രിസ്തുവാണ് വചനം. യേശു ക്രിസ്തുവാണ് വചനം. സ്വർഗത്തിൽ വെള്ളക്കുതിരയിന്മേൽ കടന്നു വരുന്ന രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ബ്ലഡ് സ്പോട്ടുകൾ, അവന്റെ രക്തത്തുള്ളികൾ അവന്റെ വസ്ത്രത്തിൽ കണ്ടു എന്നാണ് യോഹന്നാൻ വെളിപ്പാടിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ കാരണം ആ രക്തം എന്നാ വിളിച്ചു പറയുന്നറിയാമോ? ഒരിക്കൽ എപ്പോഴെങ്കിലും ഞാനും നിങ്ങളും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ കാഴ്ച അവിടെ കാണാം. പ്രിയപ്പെട്ടവരെ, ആ രക്തമാണ് നമ്മളെ വിമോചിപ്പിച്ചത്. ആ രക്തമാണ് നമ്മളെ വീണ്ടെടുത്തത്. ആ രക്തമാണ് നമുക്ക് നിത്യജീവനെ നൽകിയത്. ഒരു മനുഷ്യർക്ക് സാധ്യമല്ല. ഇപ്പോൾ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ പരിഹാരം മനുഷ്യരിൽ നിന്ന് ലഭ്യമായേക്കാം, എന്ത് തന്നെയാണെങ്കിലും. പക്ഷേ നിത്യജീവൻ തരാൻ, നമ്മുടെ പാപത്തെ വിമോചിപ്പിക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരു മുഴ ഡോക്ടർമാർക്ക് എടുത്തു കളയാം, ഒരു കിഡ്നി ഡോക്ടർമാർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. വൈദ്യശാസ്ത്രത്തിന് സാധ്യമാണ്, പലത് സാധ്യമാണ്. മനുഷ്യർക്ക് നിങ്ങളെ പണം തന്ന് സഹായിക്കാം, പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ പാപത്തെ എടുത്തു കളയാൻ, നിങ്ങളുടെ പാപത്തെ വിമോചിപ്പിക്കാൻ, നിങ്ങൾക്ക് നിത്യജീവൻ തരാൻ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ ഉലകത്തിലെ ഒരു ശാസ്ത്രത്തിനും ഒരു മനുഷ്യർക്കും കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. അത് നൽകിത്തരാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യരും ഒരിടത്തും ലജ്ജിച്ചു പോകാൻ കർത്താവ് സഹായിക്കത്തില്ല. എബ്രായർ 9:14 യേശുവിന്റെ രക്തത്താൽ ലഭിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായർ 9:14 ആരാധനാ സ്വാതന്ത്ര്യം നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. യേശു കർത്താവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം നമ്മളെ ശുദ്ധീകരിക്കുമെന്ന കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് അധരങ്ങളെ തുറന്ന് ഈ പകലിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ,
ആരാധനയുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടാകുവാൻ നിന്റെ പരിശുദ്ധ രക്തത്താൽ ഇടയാകട്ടെ, സാധ്യമാകട്ടെ എന്ന് ഞങ്ങൾ ഒന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലകളും അതരങ്ങൾ തുറന്ന് 2 പദങ്ങൾ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ദൈവം വിശ്വസ്തനാണ്. രണ്ടാമതായി, യേശുവിൻ്റെ രക്തം നമ്മളെ സംരക്ഷിക്കുന്നു, യേശുവിൻ്റെ രക്തം നമ്മളെ നീതീകരിക്കുന്നു, യേശുവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്നു. എബ്രായർ 12:24 ബൈബിളിൽ എഴുതിയിരിക്കുന്ന യേശു കർത്താവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ പരാജിതരല്ല. നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. എന്തെല്ലാം രോഗങ്ങൾ വന്നാലും, എന്തെല്ലാം അണുക്കൾ വന്നാലും, ബാധകൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും യേശുവിൻ്റെ രക്തം സംസാരിക്കും. യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. കർത്താവിൻ്റെ രക്തത്താൽ വിമോചനമുണ്ട്. പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയ മനുഷ്യർക്ക് പരിഹാരമുണ്ടായി, സൗഖ്യമുണ്ടായി. യേശുവിലേക്ക് നോക്കുന്നവർക്ക്, അവനെ ആരാധിക്കുന്നവർക്ക്, അവനിൽ ആശ്രയിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശുവിനെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ നശിപ്പിക്കാനല്ല പ്രിയപ്പെട്ടവരെ, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ്. ലോകം അവനാൽ രക്ഷിക്കപ്പെടും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഈ ദിവസങ്ങളിൽ സഭാവിശ്വാസികളോടും ദൈവമക്കളോടും പറയാനുള്ളത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്നുള്ളത്. നെഗറ്റീവായിട്ടുള്ളതൊന്നും കേൾക്കാൻ നിങ്ങളുടെ ചെവികളെ വിട്ടുകൊടുക്കരുത്. നെഗറ്റീവായിട്ടുള്ളത് കാണാൻ നിങ്ങളുടെ കണ്ണുകളെ വിട്ടുകൊടുക്കരുത്. അത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾ അതിലകത്തായി പോകും, നിങ്ങൾ ആ വിശ്വാസത്തിലായി പോകും. എന്നാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണെന്നും ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് തിരകളുടെ നടുവിലും നമുക്ക് നടക്കാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കണം. സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിയുന്നതായ സാഹചര്യത്തിൽ ആ സിംഹത്തിന്റെ വായ അടച്ചൊരു കർത്താവുണ്ട്. ആ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്നൊരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ. എരിയുന്ന തീച്ചൂളയുടെ നടുവിൽ ശത്രുക്ക് മേശക് അബേദ്ഹോമിനെ സംരക്ഷിച്ചവനായ ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഉറച്ചാട്ടെ, വിശ്വാസത്തിൽ ആഴമായിട്ട് ഉറച്ചാട്ടെ. ആദ്യ വിശ്വാസം അവസാനത്തോളം ഒന്നും വിശ്വസിക്കുന്നവരായി, ജീവരക്ഷ പ്രാപിക്കുന്നവരായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച്, സമുദ്രങ്ങൾ എൻ്റെ മീതെ ഉയർന്നാലും, പെരുവെള്ളങ്ങൾ ഉയർന്നു വന്നാലും, ഹല്ലേലൂയ, എൻ്റെ ഉള്ളം ഭയപ്പെടത്തില്ല. കർത്താവിൻ്റെ ദാസൻ മുൻപിലേക്ക് വന്ന് ഒന്നിച്ച് പാടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പോവാ. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഇപ്പോൾ ലൈവായിട്ട് ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും, നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും, നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. കർത്താവേ, ഞങ്ങൾ പിറുപിറുത്ത് പോയി, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോയി, ഞങ്ങൾ ചില കുറവുകളൊക്കെ സംഭവിച്ചു പോയി. കർത്താവേ, ഞങ്ങൾ ഒത്തിരി പുറകോട്ട് പോയിരിക്കുക. അവരെ നോക്കി കർത്താവ് എന്ന് വ്യക്തമായി അവരെ നോക്കി പറയുന്നു, സ്റ്റിൽ ഇപ്പോഴും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, ഇപ്പോഴും കർത്താവ് നിങ്ങളെ കാത്തിരിക്കുന്നു. യേശു കർത്താവിനെ വിട്ട് പിന്മാറ്റത്തിലേക്ക് പോയി,
പഴയ പടകും വലയും ഒക്കെ എടുത്ത് കാനായിലെ നഥനയേലിനെയും ഫിലിപ്പോസിനെയും ഒക്കെ വിളിച്ചോണ്ട് മീൻപിടുത്തത്തിന് പോയ പത്രോസിനെയും കൂട്ടാളികളെയും കാത്ത് ആ കടൽപ്പുറത്ത് കാത്തു നിന്ന കർത്താവ്, കനലിച്ചുട്ട അപ്പവും മീനുമായി കാത്തു നിന്ന കർത്താവ്, ശിഷ്യന്മാർ കടന്നു വരുമ്പോൾ നിരാശരായിട്ട് അവർ വരുന്നത്, അവരുടെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്ത് യേശു കർത്താവ് അവരോട് പറയുന്നുണ്ട്, വല ആഴത്തിലേക്ക് നിങ്ങൾ വീശാൻ. ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല, പക്ഷെ അവർ വല വീശി. കർത്താവ് പറഞ്ഞു ചെയ്തു. 153 വലിയ മത്സ്യം ആ വലയ്ക്കകത്ത് കയറി. അത്ര ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല എന്ന് എഴുതിയിരിക്കുന്നു. എനിക്കൊരു കാര്യം അതിൽ നിന്ന് പറയാനുള്ളത്, കർത്താവ് തന്നതെങ്കിൽ 153 മത്സ്യത്തെ യേശുവിന്റെ വാക്കിനകത്താ വലയ്ക്കകത്ത് കയറിയെങ്കിൽ കർത്താവ് തന്നതൊന്നും ചോർന്നു പോകത്തില്ല. കർത്താവ് തന്നതൊന്നും നഷ്ടപ്പെടുകയില്ല. ദൈവം നട്ടതൊന്നും തകർക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവം നട്ടതൊന്നും ഇല്ലാതാക്കാൻ ആരെയും കൊണ്ട് സാധിക്കത്തില്ല. ദൈവത്തിന്റെ കരത്തിന്റെ മുകളിൽ പ്രവർത്തിക്കാൻ, ആ കരത്തെ തടയാൻ വലിയൊരു കര ഉലകത്തിലില്ല. അവന്റെ കരം ശക്തമേറിയ കരമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കനലിച്ചുട്ട അപ്പവും മീനും കർത്താവ് ഉണ്ടാക്കി ശിഷ്യന്മാരെ കാത്തിരുന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ സ്നേഹം ഒരു വ്യക്തിയോട് ഉണ്ടാകണമെങ്കിൽ ആശ്രയം ഉണ്ടാകണം. സ്നേഹം ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ വിശ്വസിക്കാൻ കഴിയണം. സ്നേഹം ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പലരെയും ഇഷ്ടവും സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. വാസ്തവത്തിൽ നമ്മളെ ഒന്നും പലരെയും കർത്താവിന് വലിയ ഇഷ്ടമൊന്നുമല്ല, ഇഷ്ടം പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ സ്നേഹം അതല്ല. സ്നേഹത്തിന് നിബന്ധനകളില്ല, സ്നേഹത്തിന് പരിധികളില്ല. പലരെയും, സത്യം പറഞ്ഞാൽ പലരെയും കർത്താവിന് ഇഷ്ടമല്ല, പക്ഷെ എല്ലാവരെയും കർത്താവിന് സ്നേഹം. എന്നെ നിങ്ങളെല്ലാം കർത്താവ് വളരെ ആഴമായി സ്നേഹിക്കുന്ന ദൈവം. നമ്മുടെ പ്രവർത്തികൾ നോക്കിയാൽ നമ്മളെ ഇഷ്ടപ്പെടാനുള്ളതൊന്നും നമ്മളിൽ കാണാനില്ല. നമ്മളെ ഇഷ്ടപ്പെടാനുള്ളതൊന്നും നമുക്ക് തിരിച്ച് ചെയ്യാനും പറ്റുകയില്ല. പക്ഷെ ജീവൻ തന്ന് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ജീവൻ തന്ന കർത്താവിന്റെ സ്നേഹത്തെ അവൻ നമ്മളിൽ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സ്നേഹം നിങ്ങളിൽ അധികമായിട്ടുണ്ട്. ഇന്ന് പകലിൽ ഒരു മടങ്ങി വരവിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? പിറുപിറുക്കാതെ, സംഹാരിയാൽ നശിച്ചു പോകാതെ, അവിശ്വസിക്കാതെ, ഹല്ലേലൂയ, പിന്മാറ്റത്തിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ വിശ്വസിച്ച് മുന്നേറാൻ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുവാൻ കർത്താവിന്റെ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിങ്ങളിപ്പോ ആ ആയിരിക്കുന്ന വീട്ടിനകത്ത്, ആ റൂമിനകത്ത്, ആ സ്ഥലത്തിൽ പരിശുദ്ധാത്മാവിന്റെ കരം നിങ്ങളെ തൊടുകയാണ്. അതരങ്ങൾ തുറന്ന് വിശ്വാസത്തിന്റെ വാക്കുകളൊന്ന് പറഞ്ഞേ. ദാവീദ് പറഞ്ഞു, നിന്നാൽ ഈ മതിൽ ഞങ്ങൾ ചാടിക്കടക്കും, നിന്നാൽ ഈ പടക്കൂട്ടത്തിന് നേരെ ഞങ്ങൾ പാഞ്ഞു ചെല്ലും, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. അതരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ച്, താങ്ക് യു ലോർഡ് ജീസസ്. ഇപ്പോൾ ലൈവായിട്ട് എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങളുടെ സഭകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. പിശാചിന്റെ ഒരു വലിയ ടാർജറ്റാണ് ദൈവസഭകളും ദൈവപ്രവർത്തികളെ ഇല്ലാതാക്കുക. പക്ഷെ ഒരിക്കലും നടക്കത്തില്ല. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, ദുഷ്ടന്റെ ആശ ഇല്ലാതെയാകും. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യം വളരും, ദൈവസഭകൾ അനുഗ്രഹിക്കപ്പെടും, ഉണർവുകൾ വെളിപ്പെടും, ഉണർവുകൾ കത്തിപ്പടരും. നോക്കുക, മനസ്സിലാക്കുക, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് പറഞ്ഞ ദൈവം. നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു അനോയിന്റിംഗ് ഉണ്ട്, നമ്മൾ വഹിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്, നമ്മളിൽ പകർന്നിരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ജയിക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ജയിപ്പിക്കുന്നതാണ് ആ ദൈവശക്തി. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ ഒന്ന് കരങ്ങളെ കോർത്ത് പിടിച്ച്, കുടുംബം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആ ഭവനങ്ങളിലോട്ട് നിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ കരം ഇപ്പോൾ അവരെ സ്പർശിക്കുവാനിടയാകട്ടെ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും, പെരുവെള്ളങ്ങൾ എൻ്റെ മുൻപിൽ വന്നാലും, അതിൻ്റെ മുകളിലൂടെ നടക്കാൻ എനിക്ക് കൃപ തരുന്ന കർത്താവ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവരിയ്ക്കുന്ന മുറികളിൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങണമേ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കാണുന്ന ഓരോ വ്യക്തികളെ, കുടുംബങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതിനാ നന്ദി. ഇന്ന് ലോകത്തിൽ പരിഹാരമില്ലാത്ത പലതിലും യേശുവിൽ പരിഹാരമുണ്ട്. ലോകത്തിൽ ഉത്തരമില്ലാത്ത പലതിനും യേശു ക്രിസ്തുവിൽ ഉത്തരവുണ്ട്. മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ മോശ ഉയർത്തിയതുപോലെ നമ്മുടെ ഭാരതത്തിൽ, ലോകത്തിൽ കർത്താവിന്റെ നാമം ഉയരട്ടെ. ചൈനയിൽ യേശുവിന്റെ നാമം ഉയരട്ടെ. രാജ്യങ്ങളിൽ കർത്താവിന്റെ നാമം ഉയരട്ടെ. ഭാരതത്തിൽ യേശുവിന്റെ നാമം ഉയരട്ടെ. അവനെ ഉയർത്തുന്നിടത്ത് സൗഖ്യമുണ്ട്. യേശുവിനെ ഉയർത്തുന്നിടത്ത് രക്ഷയുണ്ട്. യേശുവിനെ ഉയർത്തുന്നിടത്ത് വിടുതലുണ്ട്. യേശുവിനെ ഉയർത്തുന്നിടത്ത് സമാധാനമുണ്ട്. ഓ രാമ താങ്ക് യു ലോർഡ്. അവരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ ആത്മാവേ, ഓ നിന്റെ ശക്തിയാൽ ഓരോ വ്യക്തികളെയും അവിടുന്ന് തൊടുന്നതിനായി നന്ദി. ഈ ദിവസങ്ങളിൽ ഒരു സാമ്പത്തികമായ വിടുതലിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിംഗ് അവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ആ ബ്രേക്ക് ത്രൂ അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഫൈനാൻഷ്യൽ ക്രൈസിസും അവരെ വിട്ടുപോകട്ടെ. എല്ലാ ഭയങ്ങളും വിട്ടുപോകട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ശാരീരികമായ സൗഖ്യങ്ങൾ യേശുവിന്റെ രക്തത്താൽ, യേശു കർത്താവിന്റെ വചനത്താൽ, യേശുവിന്റെ മുറിവുകളാൽ ഇപ്പോൾ അവരിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദേശങ്ങളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. മോശയും ഇസ്രായേൽ ജനവും ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് പ്രാർത്ഥിച്ചതുപോലെ എല്ലാ ബാധകളും ഒഴിവാകേണ്ടത്, എല്ലാ പ്രതിസന്ധികളും മാറേണ്ടത് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, എന്റെ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. കടൽ വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്ന പോലെ ദേശത്തിൽ യഹോവയുടെ മഹത്വം ഇറങ്ങട്ടെ. യഹോവയുടെ മഹത്വം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഓരോ വ്യക്തികളിലും സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ കർത്താവേ. ഒരു വലിയ റിവൈവൽ ഉണ്ടാകാൻ പോകുക. ഒരു വലിയ ഉണർവിന്റെ മുഴക്കം ഞാൻ ആത്മാവിൽ കേൾക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. നിന്റെ പ്രവൃത്തി നിന്റെ ജനത്തിന്റെ മേൽ അയക്കുന്നതിന് നന്ദി. ഓരോ വ്യക്തികളെയും നിന്റെ ആത്മാവിനാൽ അവിടുന്ന് സ്പർശിക്കണമേ. നീ അവരെ തൊടണമേ. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന്, ദൈവകൃപയിൽ ഉറച്ചു നിന്ന്, കർത്താവിന്റെ മഹത്വത്തിനായി, തന്റെ രാജ്യത്തിനായി ഓടുവാൻ, പ്രവർത്തിപ്പാൻ, അധ്വാനിപ്പാൻ നീ കൃപ ചെയ്യണമേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി, ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഓടുകയും അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഡോക്ടേഴ്സിനായി, നഴ്സസിനായി, നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിക്കായി, മിനിസ്റ്റേഴ്സിനായി, ജനപ്രതിനിധികൾക്കായി, സഭകൾക്കായി, ഓരോ കുടുംബങ്ങൾക്കായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. നന്ദി പറയുന്ന പിതാവേ, നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. നിന്റെ കരം നിന്റെ ജനത്തെ തൊട്ടതിനാൽ നന്ദി. നീ അവരെ വിടുവിച്ചതിനാൽ നന്ദി. നിന്റെ പ്രവൃത്തി അയച്ചതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതിലേക്ക് നോക്കിയവർക്കെല്ലാം ജീവനും സൗഖ്യമുണ്ടായെങ്കിൽ യേശുവിലേക്ക് കണ്ണുകളെ ഉയർത്തുക. ഈ സാഹചര്യത്തിൽ രക്ഷിതാവായ കർത്താവിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് സമാധാനവും സൗഖ്യവും സന്തോഷവും സെക്യൂർനെസ്, സംരക്ഷണവും എല്ലാം ക്രിസ്തുയേശുവിലാണ്. യേശുവിൽ നിങ്ങൾക്കതുണ്ട്. ലോകത്തെ ജയിച്ച കർത്താവ്, പിശാചിനെ ജയിച്ച കർത്താവ്, മരണത്തെ ജയിച്ച കർത്താവ് നിങ്ങൾക്കും ജയം നൽകും. എനിക്കും നിങ്ങൾക്കും ജയം നൽകും. ഭയങ്കര ഒരു റിവൈവൽ, ഭയങ്കര ഒരു ഉണർവിനായി കർത്താവ് നമ്മളെ പ്രിപ്പയർ ചെയ്യുക. അത് സംഭവിക്കാൻ പോവുക. ദേശമെമ്പാടും ആ ഉണർവ് വീശി അടിക്കട്ടെ. ദേശത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഐ ബ്ലസ് യു. മേ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.